അങ്ങനെ പുതിയ ഉഡായിപ്പ് പരിപാടിയായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഉഡായിപ്പൊന്നല്ല കേട്ടോ, കുറേ നാളുകൊണ്ട് ചെയ്യാൻ തുടങ്ങണം എന്ന് വിചാരിച്ച സാധനം. പക്ഷേ എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് മാറ്റി വെച്ചിരുന്ന സംഭവം. ഇനിയിപ്പോൾ തുടങ്ങിയിട്ടുള്ള കാര്യം എന്ന് തോന്നാൻ കാരണം ഈ ഒരു കമൻറ്റാണ്. പിള്ളേരോരോ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ നമ്മളതങ്ങ് സാധിച്ചു കൊടുക്കണ്ടേ. എന്നാൽ പിന്നെ തുടങ്ങിയേക്കാന്ന് ഓർത്തു. ഓൾറെഡി ഈ ബുക്കിൻ്റെ കവർ പേജിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ മേടിച്ചത്. വലിയ അടിപൊളിയൊന്നും അല്ലെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അവിടെയും ചേഞ്ചസ് വരുത്താന്നുള്ളതാണല്ലോ നമ്മുടെ പരിപാടി. ഓൾറെഡി പാറ്റേൺ ഉള്ളൊരു പേപ്പർ ഉള്ളതുകൊണ്ട് വലിയ പണിയെടുക്കേണ്ടി വന്നില്ല, അതങ്ങ് ഒട്ടിച്ചു കൊടുത്തു. ഇനി എന്തെഴുതണം, അതിൻ്റെ എന്താ പറയുക, ബുക്കിൻ്റെ പേരായിട്ട് ഞാൻ ഓർത്തു മൈ ജേണലിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാമെന്ന് ഓർത്തു. പിന്നെ ഓർത്തു അത് ബോറിങ് അല്ലേ, പഴയ സാധനമല്ലേ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്തോ വലിയ സംഭവമാണ്. ഒന്നുമില്ല, പക്ഷേ എനിക്കെന്തോ ഇഷ്ടമായ ഒരു സംഭവം. അത് എഴുതാനൊന്നും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എഴുതാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഭയങ്കര മോശമാണ്. എന്നാൽ പിന്നെ കയ്യിലുള്ള സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് ആക്കാമെന്ന് ഓർത്തു. ഇത് ഞാൻ മീഷോന്ന് നാട്ടിൽ പോയപ്പോൾ മേടിച്ച സ്റ്റിക്കർ ബുക്കിൽ നിന്ന് എടുത്തത് കേട്ടോ. സ്റ്റിക്കറായിട്ടുള്ള സ്റ്റോൺസാണ്. അത് വെച്ചിട്ട് എന്താ എഴുതിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേറെ ഒന്നുമല്ല, ദിസ് ഇസ് മീ എന്നാണ് എഴുതിയേക്കുന്നത്. സോ എൻ്റെ ബുക്കിൻ്റെ പേര് ദിസ് ഇസ് മീ എന്നാണ്. എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴെനിക്ക് തോന്നിയേ ഇത് കണ്ടിട്ടൊരു സുഖമില്ലല്ലോ, പണി പാളി വന്നോർത്തു. അപ്പോഴാണ് വേറൊരു ഐഡിയ വന്നത്. അതിന് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് പോലെ വരച്ചു കൊടുത്തു. അപ്പോൾ കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആയിട്ട് തോന്നി. ഇനി ഇത്രയും പണിയെടുക്കാനാണെങ്കിൽ നമ്മുടെ വെറുതെ ഇരിക്കുന്ന സ്റ്റിക്കേഴ്സൊക്കെ എന്ത് ചെയ്യും? സ്റ്റിക്കേഴ്സ് കുറേയുള്ള എൻ്റെ അഹങ്കാരേ എല്ലാം വാരി പൊത്തിയിട്ടുണ്ട്. അപ്പോഴും ഞാനായിട്ട് ഒരു പണിയെടുത്ത ഫീലില്ല. എന്തെങ്കിലുമൊക്കെ ഒരു പണി എടുക്കണമല്ലോ, എങ്കിലല്ലേ അതിനൊരു രസമുള്ളൂ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഫുൾ ഫ്ലവറിനങ്ങ് കളർ അടിച്ചെടുത്തു. എല്ലാം കഴിഞ്ഞപ്പോഴേ എനിക്ക് മറ്റേ സിനിമ ഡയലോഗ് ഓർമ്മ വന്നേ, എന്തുവാടാ ഇത്, നിൻ്റെ അമ്മൂമ്മയുടെ ബിനാലെയോ? ആ ഒരവസ്ഥ ആയിട്ടുണ്ട്. നിങ്ങളഭിപ്രായം പറയണേ.